ആ എന്തല്ല നല്ല ഹാപ്പിയാണല്ലോ. അവനക്ക് ലോട്ടറി അടിച്ചാ? ലോട്ടറി അടിച്ചു. എടാ 50,000 കൊടുത്ത് 2.5 ലക്ഷം ട്രേഡിംഗ് ഫണ്ട് കിട്ടും. എടാ പ്രോഫിറ്റിൻ്റെ 80% എനിക്ക്, അല്ല നമുക്ക്. എൻ്റെ എന്തായാലും ഫണ്ട് റെഡി, ഞാൻ കൊടുക്കാൻ പോവാം. ഇത് കിട്ടിയൊന്നും പോരാ കൂട്ടാ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ പഠിക്കില്ലേ? എടാ നീ നെഗറ്റീവ് അടിക്കല്ലേ. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നല്ല വഴിയായിട്ട് ഞാൻ കാണുന്നേ. എടാ നീ സെഡാവല്ലേ, എനിക്കത് കേട്ടത്ര ശരിയായിട്ട് തോന്നുന്നില്ല. നീ ആളെ നേരിട്ട് വല്ലതും കണ്ടിട്ടുണ്ടോ? ഒരു ടെലഗ്രാം ചാനലിൽ ആൾ ട്രേഡിംഗ് അടി ഞാൻ എത്തിപ്പോയി. അങ്ങനെയാണ് ഞങ്ങൾ കണക്ട് ആയത്. ബെസ്റ്റ്. അയാൾക്ക് കമ്പനി വല്ലതും ഉണ്ടാ പോട്ടെ. ഈ പൈസ എങ്ങനെ വരുന്നത് ഞാൻ അയാൾ പറഞ്ഞ. അത് ഫണ്ടറാന്ന് പറഞ്ഞിട്ട് എന്തൊരു കമ്പനി ഉണ്ട് പുള്ളിക്ക്. അതിലേക്ക് അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് അതിന്റെ പ്രോഫിറ്റ് അവരെടുക്കും, ബാക്കി നമുക്ക് തരും. അങ്ങനത്തെ എന്തൊക്കെ സ്കീം അടിപൊളിയാണ്. ഈ പേര് പോലെ തന്നെ ഉണ്ട്. പൂവല്ല, ഫണ്ടറാ. എടാ ഈ ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് പരിപാടിയാണ്. ട്രേഡ് ചെയ്യാനായിട്ട് കാശ് തരാം. ഒരു പ്രൊഫഷണൽ പ്രോഫംസും ഇന്ന് ആരും ഡെപ്പോസിറ്റ് മേടിക്കുന്നില്ല. അപ്പോൾ ഈ 50,000 രൂപ അതിനെ പറ്റിക്കാനായിട്ടുള്ളതാണ്. പിന്നെ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫൈവേഴ്സ് പോലും സമ്മർ സെയിലിന് 100K കൊടുക്കുന്നത് $149. അപ്പോഴാണ് ഇനി 50,000 രൂപ. ഇങ്ങനതായി നീ അത് മേടിച്ചോ. അത് നമ്മൾ വെരിഫൈഡാ. ഞാനതാ യൂസ് ചെയ്യുന്നത്. എടാ 100K 149 ആ അത്രേ ഉള്ളൂ? അതെ. എന്നാ എനിക്ക് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് തരുമോ? പിന്നെന്താ, ലിങ്ക് ഞാൻ എൻ്റെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. പ്രൊമോഷനോ? എന്തായാലും 50K ലാഭായി. നമുക്കൊരു ട്രിപ്പ് പിടിച്ചാലോ? അടിപൊളി. നീയല്ലേ പറഞ്ഞു നിന്റെ വീട്ടിലൊന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്, കാശെന്തോ വേണമെന്നൊക്കെ. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പം 50,000 രൂപ സേവ് ചെയ്യും. നമുക്ക് ഒരു അക്കൗണ്ട് മേടിക്കാം. പാസ്സാകണ മണിയല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. ഈ പൈസ ഉണ്ടാക്കണക മുന്നേ അത് പോവാതിരിക്കേണ്ട വഴികൾ അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പിടിച്ചിരുന്നോ? അല്ലെങ്കിൽ തലയും കുത്തി വീണ് കൈ ഒടിഞ്ഞ് പിന്നെ ട്രേഡ് ചെയ്യാൻ കഴിയുണ്ടാവില്ല. പോവാ.